എന്താണ് കരച്ചോ? ശ്വാസം കിട്ടുന്നില്ലേ? പോണോ? ഉണച്ചോ പോവാ? കുറച്ച് പണി തന്നായിരുന്നു. ഒരു ബുക്ക് ചെയ്തിട്ടുണ്ടായില്ല. തണുപ്പത് തൈര് കഴിക്കാൻ പാടില്ലോ? തണുപ്പത് തൈര് കഴിക്കാൻ പാടില്ല. പറയൂ. അവിടെയൊക്കെ വീടുകൾ കണ്ടോ? ജസ്റ്റ് ഓപ്പോസിറ്റ്. അമ്മ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ റോഡിന്റെ അറ്റത്ത് കൂടെ പോകുന്നു. അമ്മ വീഡിയോ എടുക്കണ്. നല്ലോണം തൂക്കുന്നുണ്ട് ക്യാമറ. റിസ്ക്. നമ്മള് സാംഗ്ലൈൻ വഴിക്ക് തിരിഞ്ഞു. റോഡ് തിരിഞ്ഞ ശേഷം നല്ല മോശമായിരുന്നു. കാരണം ഒരു സിംഗിൾ വേ ആണ്. ഭയങ്കര കൺജസ്റ്റഡ് വഴിയാണ്. നല്ല അറ്റത്ത് കൂടെ പോകുന്ന റോഡിന്റെ. ചിത്കുൾ സാംഗ്ല ഭാഗത്തിലോട്ടാണ് പോകുന്നത്. അർജുനയുടെ വൻ വീഡിയോഗ്രാഫിയാണ്. സാംസങ്ങിന്റെ സൂപ്പർ സ്റ്റേഡിയം മോഡ്. ഒരു വണ്ടി പോയി കഴിഞ്ഞ സീനാണ്. അറ്റത്ത് കൂടെ പോവുക കണ്ടോ? റോഡിന്റെ അവസാനം കാണുന്നത് കണ്ടോ ഗൈസ്? ഒരു രക്ഷയില്ല. രണ്ട് സൈഡിലും വ്യൂ ആയിട്ട് എവിടേക്ക് പിടിക്കണം എന്ന് അറിയുന്നില്ല. ഓ വൈബ് സ്ഥലം. രക്ഷയില്ലാത്ത വ്യൂകളാണ് മൊത്തം. കൂടുതലും ആപ്പിൾ ആണ് കേട്ടോ ഇവിടെ കൃഷി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ ഒന്ന് നിർത്തി. ഇവിടെ നല്ല വ്യൂ ഉണ്ടോ? സാംഗ്ല ഉണ്ടോ? ആ കാണുന്നേ അവിടെ കാണുന്ന സാംഗ്ല അതൊക്കെ നമ്മൾ അതും കിടന്ന് അവിടെ നമ്മൾ രാത്രി സ്റ്റേ. നമ്മൾ ചിത്കുൽ പോയിട്ട് വരുള്ളൂ. ഇവിടുന്ന് പോയിട്ട് അവിടെ പോയി റിട്ടേൺ ഇങ്ങോട്ടന്നെ വരും. ഇത് കണ്ടോ ഗൈസ്? അവിടെ കണ്ടോ മഞ്ഞുള്ള മല കണ്ടോ? ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് എന്ന് പറയുന്നത്. മണ്ടൂസൻ താഴെ വെള്ളം 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 താഴെ വെള്ളം താഴെ വെള്ളം. തണുത്താണ്. നമ്മൾ സാംഗ്ലയിൽ നിന്ന് ചിത്കുലിക്ക് പോകുമ്പോൾ ഉള്ള വ്യൂസ് ആണ് അതൊക്കെ. ഒരു രക്ഷയില്ല. മൈൻഡ് ബ്ലോയിങ്. ആ മുകളിൽ മഞ്ഞുമലയും കാണാണ്ട്. ക്ലൈമറ്റ് നല്ലപോലെ തണുത്ത് വന്നിട്ടോ. ഇവിടെ അങ്ങനെ വെയിലടിക്കാത്ത സ്ഥലം തോന്നണം. ഒരു രക്ഷയില്ലാത്ത വ്യൂസ് ആണ്. ഫുൾ എവിടെ നോക്കിയാലും ഫ്രെയിമാണ്. നമ്മൾ ചൈന ബോർഡറിലെ ഇന്ത്യത്തെ ലാസ്റ്റ് വില്ലേജിലെത്തി. ചിത്കുൽ. ചിത്കുൽ ഇന്ത്യസ് ലാസ്റ്റ് വില്ലേജ്. 1,320 അടി മുകളിൽ. താഴെ ഉണ്ടോ റിവർ പോകുന്നേ? നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരുന്ന വഴി സൂപ്പറായിരുന്നു. ഞാൻ കാണിച്ചു തന്നല്ലേ? അതുപോലെ കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നല്ലേ ലാൻഡ്സ്കേപ്സ്. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ
ഇവിടുത്തെ ഹോസ്റ്റലിൽ വന്നേ, ചിത്കുലുള്ള ഹോസ്റ്റലാണിത്. നല്ല വ്യൂ ഒക്കെ ഉണ്ട് ഇവിടുന്ന്. ഇവിടെ ടോയ്ലറ്റ് തീരെ അവൈലബിൾ അല്ല ഗൈസ്. ഇങ്ങനെ ഏതെങ്കിലും ഹോട്ടലിൽ വന്ന് ചോദിക്കണം. ചിലർ സമ്മതിക്കില്ല, ഹോസ്റ്റലിൽ സമ്മതിച്ചു കിട്ടും. അവിടെ ഒരാളോട് ചോദിച്ചു, അയാൾ പറഞ്ഞു അവിടെ റൂമിൽ മാത്രമേ ഉള്ളൂ, ഉപയോഗിക്കാൻ പറ്റില്ല എന്ന്. പിന്നെ ഒരു മിലിറ്ററിക്കാരെ ഞങ്ങൾ സഹായിച്ചു ഇവിടേക്ക് വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഈ ചിത്കുള്ള ജംഗ്ഷൻ. കുറേ ഹോം സ്റ്റേസൊക്കെ ഉണ്ട് ഇവിടെ താമസിക്കാൻ. നല്ല തണുപ്പുണ്ട്. തണുത്ത് മരവിച്ചു ഗൈസ് കൈയൊക്കെ. ഇനി കഴിക്കാൻ പോവാം. ചൂട് രാജ്മ ചാവലാണ്. അർജുനോട് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്, പോയി കഴിച്ചാൽ മതി. ഇതാണ് ചിത്കുൾ വില്ലേജ്. ആ ഭാഗം നമ്മളങ്ങോട്ട് പോകുന്നുണ്ട്. ഫസ്റ്റ് കഴിക്കട്ടെ, വിശക്കുന്നുണ്ട്. ദാബെ പോയി കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ച. ഈ ജ്യോതി ഹോം സ്റ്റേൻ്റെ അങ്ങോട്ട് വന്നപ്പോഴാണ് അയാൾ ഞങ്ങളെ പുച്ഛിച്ചു വിട്ട്. വാഷ്റൂം ഉപയോഗിക്കാൻ സമ്മതിച്ചില്ല ആൾ. വാഷ്റൂം ഉപയോഗിക്കാൻ സമ്മതിച്ചില്ല. മോള് കണ്ടോ റേസ് അടിക്കണേ ഗൈസ്. അവിടെയാണ് വില്ലേജ്. അവിടെ വരെ നടന്നിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവന്മാർ പോയിട്ടുണ്ട്, ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കുറേ ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. ഈ ഇതിൻ്റെ തൊട്ട് താഴെ കേട്ടോ ദാബ പറഞ്ഞ് എല്ലാവരും ഇവിടെ നിന്ന് കഴിക്കും, നൈസ് ഫുഡാന്ന് പറഞ്ഞിട്ട് കോട്ടൊക്കെ എടുത്തിട്ടു. ടെമ്പറേച്ചർ അത്യാവശ്യം നല്ലോണം ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എത്രയെന്ന് അറിയുന്നില്ല, റേഞ്ച് കുറവാണ്. എയർടെലിനും തീരെ റേഞ്ചില്ല. എയർടെലിൽ നിന്ന് നമ്മൾ സാങ്കള വിട്ടപ്പോഴേ റേഞ്ചില്ലായിരുന്നു. പിന്നെ ജിയോനൊക്കെ ഉണ്ട്, പിന്നെ BSNL ഉണ്ട് കേട്ടോ. ടിക്കുണ്ടോ നമ്മളേതോ അമ്പലത്തിൽ കയറി വെച്ചതാണ്. ഇവിടെ എല്ലാവരും വെൽക്കം ടു ചിത്കുൾ പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വെച്ച ബോർഡാ. ITBB അതെന്താ ബാങ്ക് തോന്നുന്നു അല്ലേ. വെൽക്കം യു ടു ചിത്കുൾ, ദ ലാസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഗൈസ് നമ്മൾ കഴിക്കാൻ പോകുന്ന എവിടെയെന്നല്ലേ, ഞങ്ങളിതാ ഹിന്ദുസ്ഥാനിലെ ഏറ്റവും അവസാനത്തെ ഡാബ. ഇവിടുന്നാണ് നമ്മൾ കഴിക്കുന്നത്. രാജ്മ ചാവൽ 4 പറഞ്ഞിട്ടുണ്ട്. അത് ആവണേ ഉള്ളൂ പറഞ്ഞ് വെയിറ്റ് ചെയ്യുക. ഇവിടെ വന്നവരൊക്കെ ഇവിടെ ഓരോന്നൊക്കെ എഴുതി വെച്ച് പോയിട്ടുണ്ട്. മൈ സോളോ റൈഡ് എന്നുള്ളത് കുറേ കാര്യങ്ങളൊന്നും എഴുതി വെച്ചിട്ടുണ്ട്. പോണോ? ഉണച്ച പോവാ. താഴത്തേക്ക് പോണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുക ഞങ്ങൾ. ദാബ നീച്ചേ ഹേ. അപ്പോൾ താഴോട്ട് ഇറങ്ങി പോവാം. ഹിന്ദുസ്ഥാനിലെ ലാസ്റ്റ് ദാബയിൽ സ്റ്റീപ്പ് കേട്ടോ താഴോട്ട്. ഒക്കെ റിവർ സൈഡിലാണ് അവർ ഉണ്ടാക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പോട്ടെ നല്ല കാറ്റടിക്കുന്നു, നല്ല തണുപ്പുണ്ട്. ചോറ്, രാജ്മ, ദാൽ, പിന്നെന്താ 2 കറിയും കൂടിയുണ്ട്, കടല. പിന്നെ അതെന്താ ഈ അവസാനത്തെ ഇതാ ദാല്. അപ്പൊ ഇത് ദാല് ഇതോ കറി, മോര് കറി, കടി പോലത്തെ അപ്പൊ കഴിക്കട്ടെ. ചിക്കൻ ലാസ്റ്റ് ഡാബ എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നേ. രാജ്മ ചാവൽ പറഞ്ഞിട്ട് അവള് താലി തന്നു. പിന്നെ അവിടുന്ന് ചിക്കൻ പക്കോടയും കഴിച്ചു. അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. പിന്നെ അവിടുന്ന് ഒരു പട്ടിക്കുട്ടീൻ്റെ ഒപ്പം കളിച്ചു. അതിൻ്റെ വെർട്ടിക്കൽ വീഡിയോ എടുത്ത് അത് സൈഡിൽ കാണിക്കാം. പിന്നെ ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പോകുന്ന പ്ലാൻ. പിന്നെ നേരത്തെ കാണിച്ച റിവറില്ലേ താഴെ സട്ലജ്, അങ്ങോട്ട് ഇറങ്ങാൻ കുറച്ച് ദൂരമുണ്ട്. ഇവിടെ നല്ല നമ്മൾ വന്ന വഴിക്ക് റോഡ് സൈഡിൽ തന്നെ ഉണ്ട് റിവറിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനുള്ളതൊക്കെ. പിന്നെ അവിടെ നിർത്തിയിട്ട് എടുക്കാമെന്ന് വെച്ചു. ഇപ്പോൾ സമയം ഏറെക്കുറെ 5 മണി. ഇരുട്ടാവണേൻ്റെ മുന്നേ പോയിട്ട് പിക്കൊക്കെ എടുത്ത് പോകാനാണ് പ്ലാൻ. ചന്ദ്രനൊക്കെ വന്നുണ്ട് ഗൈസ് ഇതേ മുകളിൽ. ഇവിടുത്തെ ഒരു പ്രത്യേകത ഇപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ എല്ലാ കടേൻ്റെയും മുമ്പിൽ അക്കിരി എഴുതിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇന്ത്യത്തെ അവസാനത്തെ ആണല്ലോ, അപ്പോൾ അതൊക്കെ ഒരു ടാഗ് ചെയ്തിട്ടുണ്ട്. അക്കിരി പോസ്റ്റ് ഓഫീസ്, അക്കിരി ദാബ എല്ലാം.
കഴിച്ച് ക്ഷീണിച്ച് വന്ന് നിൽക്കണു. എന്താണ് കലച്ചോ? ശ്വാസം കിട്ടുന്നില്ലേ? ഇവിടെ വന്ന ഭയങ്കര സ്നേഹ പട്ടികൾക്ക്. അപ്പൊ തന്നെ നമ്മുടെ അടുത്തോട്ട് വരും. ഇത് ഒരാൾ പോയപ്പോൾ അടുത്ത ആൾ വന്നു. ഞങ്ങൾ റൂമിലെത്തി. അവർ കുറച്ച് പണി തന്നായിരുന്നു. അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായില്ല. എന്തോ ടെക്നിക്കൽ എറർ വിളിച്ച് സംസാരിച്ചപ്പോഴുള്ള പ്രശ്നം തോന്നുന്നു. ഇവർക്ക് ബുക്കിങ് കിട്ടിയിട്ടില്ല പറഞ്ഞായിരുന്നു. പിന്നെ വന്നിട്ട് ഫോൺ വിളിച്ച് സെറ്റാക്കി തന്നു. നല്ല തണുപ്പാണ് ഗൈസ്. 4 ഡിഗ്രി ഒക്കെ ഉള്ളൂ ഇവിടെ. ഇപ്പോൾ നമ്മൾ ഹോട്ടൽ കാണിച്ചു തരാം പുറത്തുനിന്ന് കേട്ടോ. നല്ല ചന്തമുണ്ട്. ഫ്രണ്ടിലൊക്കെ ഇതാ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട്. സെറ്റ് ആണോ? ക്യാമ്പ് ഫയർ. ഇതാ റൂം. എല്ലാത്തിനും ബാൽക്കണി കേട്ടോ ആ സൈഡിലോട്ട്. അപ്പോൾ ഇനി ക്യാമ്പ് ഫയറിലേക്ക് വരുമ്പോൾ കാണിച്ചു തരാം. അപ്പം അതാ അങ്ങോട്ട് പോവാം. ഇതാ ഹിമാൻഷു ഭയ്യ. ഇതമ്മു. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ റൂമിലെത്തി. നല്ല തണുപ്പാട്ടോ. ഇവിടെ 4 ഡിഗ്രി. അപ്പോൾ റൂം കാണിച്ചു തരാം. ഒരു ബെഡുണ്ട്, വാഷ്റൂം. അതാ പിന്നെ അതാ റൂമിൻ്റെ ഹൈലൈറ്റ്. ഇവിടുന്ന് വ്യൂ ആണ്. രാത്രി കൊണ്ട് കാണാൻ കേട്ടോ. എന്നെ തന്നെ കാണാം. രാവിലെ കാണിച്ചു തരാം. അതുപോലെ ഒരു ബാൽക്കണി ഉണ്ട്. തുറന്നിട്ടാടാ. അതവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. ബാൽക്കണി. പുറത്ത് ടെമ്പറേച്ചർ 0 ഡിഗ്രിയാണ്. റൂമിനുള്ള അങ്ങനെ ഫീൽ ചെയ്യില്ല. ഞങ്ങൾ ചുമ്മാ ഒന്ന് ബാൽക്കണിക്ക് ഇറങ്ങിയപ്പോൾ അറിയാൻ പറ്റി. ഇപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാണ്. വരനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ്. എന്തൊക്കെയാണ് അവിടെ ചെന്നിട്ട് കാണാം. അപ്പം ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടോ. നല്ല ഹോട്ട് വാട്ടറൊക്കെ ഉണ്ടായിരുന്നു. എന്നായിരുന്നു അവിടെ അമ്മ കാണിച്ചു തരാം. അമ്മ ഫുൾ സെറ്റാ. എന്നാലും ഓക്കെ. ഇതാണ് റെസ്റ്റോറൻറ്റ് ഏരിയ. ഇതാണ് ഗൈസ് റെസ്റ്റോറൻറ്റ് ഏരിയ. എല്ലാം കഴിക്കായിരുന്നു. ബഫേ ആണെന്നാണ് പറഞ്ഞത്. അവിടെ കുറച്ച് ഗെയിംസൊക്കെ ഉണ്ടല്ലോ. താഴെ ഇരുന്നിട്ട് കളിക്കാൻ പറ്റിയതൊക്കെ ഉണ്ടോ. പാമ്പും കോണി ടെങ്കയൊക്കെ ഉണ്ട്. പനീർ, ചിക്കൻ, ദാൽ, റൈസ്. തണുപ്പത് തൈര് കഴിക്കാൻ പാടില്ലോ. തണുപ്പത് തൈര് കഴിക്കാൻ പാടില്ല. അറിയോ? ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾക്ക് ബോൺ ഫെയർ തരില്ല പറഞ്ഞു. സമയം വൈകി. പിന്നെ ബുക്കിങ്ങിൻ്റെ പ്രശ്നം എല്ലാം കൊണ്ടും ബോൺ ഫെയർ തരില്ല. അപ്പോൾ ഫുഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ. ഫുഡ് പായസം കിട്ടി. മനസ്സിലായിരുന്നു. എന്നിട്ട് അതാ പുറത്തേക്ക് പോകണം. ഇതേപോലെ ഉണ്ടോ? അയ്യോ. ഞങ്ങൾ ഇത്തിരി നേരം സ്റ്റാഗ് റേസിംഗ് ഒക്കെ ചെയ്തിട്ട് ഇതാ ഇപ്പം തിരിച്ച് റൂമിലെത്തി. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ പുറത്ത്. ഫോണൊക്കെ തൊടുമ്പോൾ ഇങ്ങനെ മരവിച്ച് പോയിരുന്നു പോയി. ഇപ്പോൾ ഒന്ന് ചൂടുവെള്ളമൊക്കെ വെച്ച് പല്ലൊക്കെ തേച്ച് ഒന്ന് സെറ്റായി. ഇനിയിപ്പോൾ കിടന്നുറങ്ങാൻ പോവാണ്. ഇപ്പം നാളെ ഞങ്ങൾ പോകുന്നത് ലാബോയ്ക്കാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ്. ഇതുണ്ടോ ഗൈസ്, ഈ തണുപ്പത്ത് വന്നിട്ട് തോന്നുന്നു മുട്ടിയൊക്കെ ഒരുമാതിരി കോല് പോലെയായി.